നമ്മൾ വിചാരിക്കും ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ്. ശ്രദ്ധിച്ചു, മദ്രാസിൽ തമിഴ്നാട്ടിൽ ഇത്രയും പിടിക്കത്തില്ല, ബാംഗ്ലൂർ പിന്നെ ഉണ്ട് കുറെയൊക്കെ. പക്ഷെ അല്ലാതെ ബാക്കി സ്റ്റേറ്റിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഞ്ചാവിനൊന്നും വലിയ വിലയിലിടൂ. പഞ്ചാബിലൊക്കെ കഞ്ചാവ് സുലഭം. പഞ്ചാബിൽ സുലഭം, എവിടെ വേണേ കിട്ടും. ഗുജറാത്തിൽ ചെല്ല്, രാജസ്ഥാനിൽ ചെല്ല്, അവിടെ എല്ലാം ബാങ്കിന് കടയുണ്ട്. രാജസ്ഥാനിൽ പോയവർക്കൊക്കെ ബാങ്ക് കുടിച്ചിട്ട് നമ്മുടെ അണ്ണന്മാര് പോയി ഇവിടുന്ന് നല്ല അടിക്കാനും കൂടെ ചെന്നിറങ്ങിയിട്ട് അവൻ പറഞ്ഞു രാവിലെ ഇത് കളിക്കിട്ട് ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല, പോയി കിടപ്പാവും എന്ന് പറഞ്ഞ് വിട്ടവന്മാര് കുറച്ചു കഴിയുമ്പോൾ ഒരു ഫുള്ളും അടിച്ചു തീർത്തിട്ട് വീണ്ടും വന്നിരിക്കുക കടയിൽ അടുത്ത് പോലെ കലക്ക് ചേട്ടാന്ന്. അയാളെ ഇതെന്തിരി കളിയുമ്പോൾ കള്ളു അടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അങ്ങനെ അടിക്കാർക്ക് ഒരു വിഷയമൊന്നും അല്ല വാങ്ങുന്നു, അവന്മാർ എത്ര വേണേലും തിന്നും. ഇത് പക്ഷെ ഹോളി സമയത്ത് കലക്കി കുടിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഇങ്ങനെ പല കണ്ടന്റുണ്ട്. പിന്നെ കഞ്ചാവ് വലിക്കാന്ന് പറഞ്ഞാലോ ഇവിടെ നിന്ന് പുറത്തിറങ്ങി താൻ ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇപ്പൊ കാശ്മീർ പോയി അല്ലെ, കുളു മണാലിയോ മറ്റേ എന്താണ് മലാനാക്രീം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വഴിയോര കർഷക അല്ല വഴിയോര കച്ചവടമാ, മനസ്സിലായില്ലേ? അവിടെ ചെന്ന് ഇത് കത്തിക്കാം, വലിക്കാം, എന്ത് വേണേ കാണിക്കാം. എന്ത് വേണേ കാണിക്കാന്നല്ല, ആരെങ്കിലും പിടിക്കുകയോ ബലാത്സംഗം ചെയ്യോ പീഡിപ്പിക്കുകയോ പോക്കറ്റ് അടിക്കുകയോ കൊലപാതകം അതൊന്നും ചെയ്യായിരുന്ന മതി. ബാക്കി അവിടെ കുത്തിയിരുന്ന് ആകാശത്തോട്ട് നോക്കുക, പൂക്കള് പറിച്ചുകൊണ്ട് പോവുകയൊന്നും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലീഗലൈസ് ചെയ്താൽ ക്രൈം എന്ന് പറയുന്നത് കഞ്ചാവ് കടത്തി എന്നുള്ള ക്രൈം അങ്ങ് പറയും, കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്രൈമും കുറയും, അല്ലാതെ വേറെ ക്രൈം ഒന്നും കുറയാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ലീഗലൈസ് ചെയ്ത കൺട്രോൾ കുറച്ചുകൂടെ കിട്ടുമെന്നുള്ളതാണ്. ആ ഗവൺമെന്റിൽ ഇരിക്കും കൂടുതൽ കച്ചവടം, ഗവൺമെന്റിലാവുക, നല്ല സാധനം കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇത് ഇല്ലീഗലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നീ അങ്ങ് ഇല്ലീഗലാന്ന് പറഞ്ഞ് നിന്നെ അങ്ങ് ഒഴിവാക്കുക, അല്ലെ കൊണ്ട് കുറ്റവാളിയാന്ന് പറഞ്ഞ് അടിച്ചിടുക. അത് ഭയങ്കര സിമ്പിളായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തിനാ ഗവൺമെന്റ്, മനസ്സിലായോ? ഇതിനൊന്നും ഗവൺമെന്റ് ആവശ്യമില്ല. നീ എന്ന് പറഞ്ഞ മനുഷ്യന് കഞ്ചാവ് അടിച്ചുകൊണ്ട് നിന്റെ വെൽബീയിങ് മൊത്തം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ഗവൺമെന്റ് എന്തിനാ ഇരിക്കുന്നത് ഇങ്ങനെ? ഗവൺമെന്റാന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നോക്കണ്ടേ? നിനക്ക് എന്ത് വേണം നിനക്ക് ആയിക്കോട്ടെ, നിനക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഇതിലും മോശമാണ് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിക്കുന്നത്. അവർക്ക് പ്രോപ്പർ കെയർ കിട്ടുന്ന പോലെ തന്നെ ഉള്ളൊരുത്തും കഞ്ചാവ് അടിച്ചിട്ട് എന്തെങ്കിലും ഇച്ചിരി പ്രശ്നമായതോ അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾ കഞ്ചാവ് അടിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം കാണിക്കും, എന്ത് വേണമെങ്കിൽ മെന്റൽ ഇൽനെസ്സും ഇതുമായിട്ട് നല്ല കണക്റ്റഡാണ്. കുഴപ്പമുള്ളവർ കൂടുതലടിക്കും, അവർ ചിലപ്പോൾ അടിച്ചടിച്ച് പോയെന്നിരിക്കും. അത് മനസ്സിലാക്കണം. ഈ കുഴപ്പമുള്ള ആളെ നേരത്തെ കണ്ടുപിടിക്കണം. അത് സ്കൂളിലും വീട്ടിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇവർ അറിയാത്ത പോലെ ഇരിക്കുക. ഇവിടെ കൂടുതൽ പേരും ഈ ചെക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ നോക്കത്തില്ല, അതിന് വേണ്ട കെയർ കൊടുക്കത്തില്ല, അതിനെ അഴിച്ചങ്ങ് വിടുക. അവൻ തോന്നി പോലെ അവൻ അവൻ്റെ മോശക്കാരനാവും, അവൻ്റെ ചെറുക്കൻ ഇങ്ങനെ അന്തേക്കാൾ മോശം എന്നൊക്കെ പറയുന്ന ഒരുത്തന്മാരില്ലേ, അവന്മാരെ പോലുള്ളവരായി പഴയ ജനറേഷനുള്ളവർ, അവർക്ക് അറിയത്തില്ല. അവരെന്ത് ചെയ്യും? ഇതങ്ങനെ പോയി ലാസ്റ്റിൽ ഇവർ ഏറ്റവും അവസാനം എത്തുന്ന സ്ഥലമായി കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സോ മദ്യമോ എന്താണേലും